ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 20,000 രൂപയുടെയും അതുപോലെ തന്നെ 25,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. പല ഫോണുകൾക്കും അത്യാവശ്യം നല്ല വില കുറവുണ്ട്. പിന്നീട് നോക്കുമ്പോൾ ചിലപ്പോൾ വില കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ, 12-bit ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ ഒക്കെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord C3 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാം. അമോലെഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഐക്കൂടെ അല്ലെങ്കിൽ വിവോയുടെ ഒരു ഫോൺ നിങ്ങൾക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9ഉം വിവോ T3യും അവൈലബിൾ ആണ്. രണ്ടും സെയിം ആണ്. അമോലെഡ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റും അത്യാവശ്യം നല്ല MediaTek Dimensity 7200 എന്ന പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല വേണ്ടത്, ഐക്യൂടെ ഭാഗത്ത് നിന്ന് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐക്യു Z9 S5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. ഇതിലും അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, പക്ഷേ കേർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. സെയിം ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. റിയൽമിയുടെ കുറേ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം റിയൽമിയുടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 12 Plus One Narzo 70 Pro ഒക്കെ നോക്കാവുന്നതാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഈ രണ്ട് ഫോണുകളും വരുന്നുണ്ട്. പക്ഷേ മെയിൻ ക്യാമറ സെൻസറിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,250 അതുപോലെ തന്നെ 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. പിന്നെ ഇതിന് പകരം റിയൽമി 13 പ്ലസും നോക്കാവുന്നതാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300E എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിൽ നിന്ന് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ 12 Plus One Narzo 70 Pro എടുക്കാം. അല്ല പെർഫോമൻസ് കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 Plus എടുക്കാവുന്നതാണ്. ഇനി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18,200 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയും കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് P2 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 5200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ പെർഫോമൻസ് അല്ല നോക്കുന്നത്, ക്യാമറ ആണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. അതൊരു ഡൗൺ ഗ്രേഡ് ആണ്. പക്ഷേ ക്യാമറയിൽ 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ക്യാമറയാണ് മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിൽ ഇതും നോക്കാം. അല്ലെങ്കിൽ റിയൽമി P2 Pro നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ P1 Proയും നോക്കാവുന്നതാണ്. പിന്നെ റെഡ്മിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,250 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ M35 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാമെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ കാര്യത്തിൽ 23,400 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ F55 അതുപോലെ തന്നെ M55 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. അപ്പം അതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി മോട്ടറോളയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇത് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 ന്യൂ എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാമറയും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുമാണ്. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേക്കാണ് വരുന്നത്. 6.4 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. POLED പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേക്കാണ് വരുന്നത്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4310 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടറോളയുടെ കാര്യത്തിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എഡ്ജ് 50 ഫ്യൂഷൻ നോക്കാം. ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ എഡ്ജ് 50 ന്യൂയും നോക്കാവുന്നതാണ്. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ഫോണുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫിനിക്സ് GT20 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. MediaTek Dimensity 8200 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 108+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇത് സെയിലിൽ കാണിക്കുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സെയിൽ കഴിഞ്ഞാൽ സ്റ്റോക്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പൊതുവേ 23,000-23,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ കിട്ടാറ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എന്തായാലും ഇത് സ്റ്റോക്കിൽ തിരിച്ചെത്തുന്നതായിരിക്കും. ഇനി നത്തിങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് പൊതുവേ ഈ ഫോൺ സെയിലിൽ ഉണ്ടാവാറ്. ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ഈ ഒരു സെയിൽ കഴിഞ്ഞാൽ സ്റ്റോക്കിൽ വന്നേക്കാം. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂയുടെ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിവോ T3 Pro അല്ലാന്നുണ്ടെങ്കിൽ ഐക്യൂ Z9S Pro എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആണ്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് OnePlusന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C4 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഞാനിതിൽ ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്യൂ Z9 അല്ലെങ്കിൽ വിവോ T3 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്തേക്കാം. അതുപോലെ തന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme P1 Pro എന്നുള്ള സ്മാർട്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇനി സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ F55 അല്ലെങ്കിൽ M55 ആയിരിക്കും സെലക്ട് ചെയ്യുക.
മോട്ടറോളയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ സെലക്ട് ചെയ്തേക്കാം. ക്യാമറയാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോ എഡ്ജ് 50 നിയോ എടുത്തേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്തേക്കാം. പിന്നെ ഇതിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ X6 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ 2A കൺസിഡർ ചെയ്തേക്കാം. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചിലപ്പോൾ ഞാൻ വിവോ T3 പ്രോ അല്ലാന്നുണ്ടെങ്കിൽ ഐക്യു Z9S പ്രോ എന്നൊരു ഫോൺ കൺസിഡർ ചെയ്തേക്കാം. OnePlusന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord C4 ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. നിങ്ങളുടെ ഒരു ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.